നമസ്കാരം. ഇന്ത്യൻ പൗരന്മാർക്ക് ഇറാൻ വിടാൻ അന്ത്യശാസനം. യുദ്ധം തുടങ്ങുന്നു. ഇറാനിൽ നിന്നും രക്ഷപ്പെടാൻ ആഹ്വാനം. വിമാനങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർ മടങ്ങാൻ കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശം വന്നിരിക്കുന്നു. ടെഹ്റാനിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാർ ആശങ്കയിലാണ്. ഒപ്പം തന്നെ ഷെരീഫ് സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ ലഹള നടക്കുന്നു. അതിനിടയിലാണ് അമേരിക്കയുടെ പടയൊരുക്കമെന്ന് പറയപ്പെടുന്നത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇറാൻ US പോര് മൂർച്ഛിക്കുമ്പോൾ പ്രവാസി ലോകം എന്ന് പറയപ്പെടുന്നത് നെഞ്ചിടിപ്പോടുകൂടി ഇതൊക്കെ കേൾക്കുകയാണ്, കാണുകയാണ് എന്നുള്ളതാണ്. ഇറാൻ അമേരിക്ക സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ, ബിസിനസ്സുകാർ, വിനോദസഞ്ചാരികൾ തുടങ്ങി ഇറാനുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും ലഭ്യമായിട്ടുള്ള വാണിജ്യ വിമാനങ്ങളോ മറ്റു ഗതാഗത മാർഗങ്ങളോ ഉപയോഗിച്ച് ഉടൻ മടങ്ങണമെന്നുള്ളതാണ് നിർദ്ദേശം. പൗരന്മാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഇന്ത്യൻ എംബസി അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരും ഇന്ത്യൻ വംശജരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. മാത്രമല്ല, പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സർക്കാർ നിർദ്ദേശിക്കുകയാണ്. നേരത്തെ ജനുവരിയിൽ ഇറാൻ ഭരണകൂടം പ്രതിഷേധക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോഴും ഇന്ത്യ സമാനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയിരുന്നത്. രാജ്യം വിടാൻ തയ്യാറെടുക്കുന്നവർ തങ്ങളുടെ പാസ്പോർട്ട്, ഐഡന്റിറ്റി കാർഡ് തുടങ്ങിയ യാത്രാരേഖകൾ എപ്പോഴും കൈവശം വെക്കണമെന്ന് എംബസി നിർദ്ദേശിക്കുകയാണ്. പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾക്കായിട്ട് ഇന്ത്യൻ എംബസി പ്രത്യേക ഹെൽപ്പ് ലൈൻസ് നമ്പറുകൾ വരെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ ഇറാനിലുള്ള എല്ലാ ഇന്ത്യക്കാരും എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്, ഇന്ത്യൻ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്തതിനു ശേഷം പൗരന്മാർ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം ബന്ധം പുലർത്തണമെന്നും പ്രാദേശിക മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുകയാണ്. മാത്രമല്ല, സൈനിക നീക്കങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ ഗൗരവമായി കണ്ട് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള ഒരു നീക്കമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്വീകരിക്കുന്നത്. വാണിജ്യ വിമാനങ്ങൾ ഉൾപ്പെടെ ലഭ്യമായിട്ടുള്ള മാർഗങ്ങളിലൂടെ എത്രയും വേഗം ഇറാൻ വിടണമെന്നാണ് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, വ്യവസായികൾ, വിനോദസഞ്ചാരികൾ തുടങ്ങി ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ എംബസിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയപ്പെടുന്നത് ലഭ്യമായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇറാനിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കുക, പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, പ്രാദേശിക മാധ്യമങ്ങൾ വഴിയുള്ള വാർത്തകൾ ശ്രദ്ധിക്കുകയും ഇന്ത്യൻ എംബസിയുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചെയ്യുക, പാസ്പോർട്ട്, ID കാർഡുകൾ ഉൾപ്പെടെയുള്ള യാത്രാരേഖകൾ എപ്പോഴും കൈവശം വയ്ക്കുക, ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ എംബസിയിൽ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം, അടിയന്തര സഹായത്തിനായിട്ട് അവിടെ ബന്ധപ്പെടേണ്ട നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറുകളുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അതിൽ അതൊന്ന് എന്ന് പറയുന്നത് 989128109115 ഇങ്ങനെയുള്ള 5 നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ ഇമെയിൽ അഡ്രസ് ഉണ്ട്, അതിൽ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ജനുവരിയിലെ ആ പ്രതിഷേധങ്ങൾ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കി വീണ്ടും ഇറാനിൽ കടുത്ത ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ എംബസിയുടെ നടപടി ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത്. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ സർവകലാശാലകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അതേസമയം ഇറാനുമായുള്ള ആണവ ചർച്ചകൾ വ്യാഴാഴ്ച ജനീവയിൽ നടക്കാനിരിക്കെ ഗൾഫ് മേഖലയിലേക്ക് വൻതോതിൽ സൈനിക വിമാനങ്ങളും യുദ്ധോപകരണങ്ങളും നീക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. സമ്മർദ്ദം ശക്തമാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ മേഖലയിൽ US ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ത്യയെ ഇത്തരമൊരു മുൻകരുതൽ നടപടിക്ക് ഇപ്പോൾ പ്രേരിപ്പിച്ചത് എന്ന് പറയാം. കാരണം ആണവ കരാറിനെ ചൊല്ലി അമേരിക്ക ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ട്രംപ് ഭരണകൂടം ഗൾഫ് മേഖലയിലേക്ക് വൻതോതിൽ യുദ്ധവിമാനങ്ങളും സൈനിക സജ്ജീകരണങ്ങളും നീങ്ങുന്നുണ്ട്. മാത്രമല്ല, വ്യാഴാഴ്ച ജനീവയിൽ നിർണായകമുള്ള ആണവ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നീക്കം നടന്നിരിക്കുന്നത്. അതേസമയം ഇറാനിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിപ്പടരുകയാണ്. ഷെരീഫ് സർവകലാശാലയിൽ അടക്കം സർക്കാർ അനുകൂലികളും വിരുദ്ധരും തമ്മിൽ ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2026 ജനുവരിയിൽ നടന്ന പ്രക്ഷോഭത്തിന് പിന്നാലെ ഇപ്പോഴുണ്ടായിരിക്കുന്ന രണ്ടാം ഘട്ട പ്രതിഷേധങ്ങൾ ഇറാൻ ഭരണകൂടം വളരെ കർശനമായി നേരിടുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. യുദ്ധം എപ്പോൾ വേണം ഉണ്ടാകാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം എത്തുമ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ഇന്ത്യൻ പൗരന്മാർക്ക് ഇറാൻ വിടാനുള്ള അന്ത്യശാസനം കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, യുദ്ധം ആരംഭിക്കാൻ പോകുന്നു. ഇറാനിൽ നിന്ന് ഇനിയെങ്കിലും രക്ഷപ്പെടാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുക എന്നുള്ള ആഹ്വാനമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്.